ബംഗ്ലാദേശിൽ ഇസ്കോൺ സന്യാസിമാരുടെയും സന്യാസിമാർക്കെതിരായിട്ടും ഇസ്കോൺ ക്ഷേത്രങ്ങൾക്കെതിരായിട്ടുമുള്ള അക്രമങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവസാനമായി വരുന്ന ഒരു വാർത്ത, ധാക്കയിലെ രാധാകൃഷ്ണ ക്ഷേത്രം തീയിട്ടു നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അവിടെ ഉണ്ടായിരുന്ന സന്യാസിമാരെയൊക്കെ അടിച്ചോടിക്കുകയും അവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ക്ഷേത്രം മുഴുവനും കത്തി നശിച്ചു. ധാക്കയിലെ രാധാകൃഷ്ണ ക്ഷേത്രം കത്തി നശിച്ചു എന്നാണ് പറയുന്നത്. അതായത് അവിടെ ഇസ്കോൺ സന്യാസിമാർക്കെതിരായിട്ടും ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കും ഒക്കെ എതിരായിട്ടും നടക്കുന്ന അക്രമങ്ങൾക്ക് യാതൊരു അറുതി വരുത്താനും അവിടുത്തെ പുതിയ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. എല്ലാവിധ ഒത്താശയും ആ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഗവൺമെൻറ് ഇസ്കോണിനെ നിരോധിക്കണം എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചതും കോടതി അത് പറ്റില്ല എന്ന് പറയുകയും ചെയ്തത്. അങ്ങനെ കോടതി പറ്റില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ അണികളെ ഇറക്കി വിട്ടിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയിലെ ഈ തൊപ്പി വെച്ച അക്രമികളെ ഇറക്കി വിട്ടിട്ട് ഇപ്പോൾ ക്ഷേത്രങ്ങൾ മുഴുവനും തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാധാകൃഷ്ണ ക്ഷേത്രം അവസാനത്തതയാണ്. അതിനു മുമ്പ് എത്രയോ ക്ഷേത്രങ്ങൾ അവിടെ നശിപ്പിക്കുന്നു. എന്തിന് അവര് ഈ ഇസ്കോൺ സന്യാസിമാർ അവിടുത്തെ ആൾക്കാരോടും സന്യാസി സംഘത്തോടും ഒരു അഭ്യർത്ഥന നടത്തിയ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുക, നിങ്ങൾ മതചിഹ്നങ്ങളുള്ള വസ്ത്രങ്ങൾ അണിയരുത്. അതായത് കാവ്യ വസ്ത്രമോ അതുപോലെ ചന്ദനമോ ഒന്നും ഉപയോഗിക്കരുത്. നിങ്ങൾ കാവ്യ വസ്ത്രമോ മതം ഹിന്ദുവാണെന്ന് തിരിച്ചറിയുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളോ ധരിക്കരുത്. തൽക്കാലം ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ റോഡിൽ എവിടെയിട്ടും അവർ വധിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് സന്യാസിമാർ തൽക്കാലത്തേക്ക് കാവ്യ വസ്ത്രങ്ങൾ ഉടുക്കാതെ നടക്കുക, നിങ്ങൾ സാധാരണ വസ്ത്രം ഇടുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ അവിടുത്തെ മറ്റ് ആൾക്കാരിടുന്നത് പോലെ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ വലിയ വസ്ത്രങ്ങൾ ഇടുക. അനുവാദം കൊടുത്തിരിക്കുകയാണ്. കാരണം ജീവനാണല്ലോ ഏറ്റവും വലുത്. ഈ കാവ്യവസ്ത്രം എടുക്കുന്നതിനേക്കാളും വലുത് ആ കാവ്യവസ്ത്രത്തിൽ മൂടി വയ്ക്കാനുള്ള ശരീരവും ജീവനെ നിലനിർത്തുക എന്നുള്ളല്ലോ. അപ്പം ശരീരവും ജീവനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഈ കാവ്യവസ്ത്രത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പം തൽക്കാലം അത് മാറ്റിവെക്കാൻ പറഞ്ഞിരിക്കുകയാണ് സന്യാസി. കാരണം സന്യാസിമാർ എന്നും എപ്പോഴും ഈ കാവ്യവസ്ത്രം ഉടുക്കുന്നവരാണ്. അവരവരുടെ രീതിയാണ്. അത് പിന്നെ ഹിന്ദു സന്യാസിമാർ കാവ്യവസ്ത്രം എടുക്കുന്നു, മറ്റുള്ളവർ മറ്റു തരത്തിലുള്ള വസ്ത്രങ്ങൾ എടുക്കുന്നു. അത് നിങ്ങൾ കുറച്ചു കാലത്ത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിനകത്ത് ഏറ്റവും അധികം വേദന ഉണ്ടാക്കുന്ന ഒരു നിർദ്ദേശമാണ്. അവർക്കത് നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം അവരുടെ വിശ്വാസമനുസരിച്ച് അത്തരത്തിലുള്ള വസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ. പക്ഷെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇസ്കോൺ സന്യാസിമാരുടെ ഇസ്കോൺ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാവ്യ വസ്ത്രം ധരിക്കരുതെന്നാണ്. അത്രമാത്രം ഗുരുതരമാണ് അവിടുത്തെ ന്യൂനപക്ഷ വംശഹത്യ എന്ന് പറയുന്നത്. വേട്ട എന്നല്ല, വംശഹത്യ എന്നാണ് പറയുന്നത്. അവിടെ നടക്കുകയാണ്. ഒരു നിയന്ത്രണവും നടത്താൻ ആ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യക്കകത്ത് കുറച്ചൊക്കെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടക്കുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് ഒരു പ്രതിഷേധ കൂട്ടായ്മയും യോഗവും ഒക്കെ നടന്നു. രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ അതൊക്കെ നടന്നതാണ്. ഇപ്പോൾ രാജ്യത്ത് മുഴുവനും ഇതിനെതിരെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധം ഇപ്പോൾ സാധാരണ ഒരു സമാധാനപരമായ പ്രതിഷേധം മാത്രമായിട്ട് നിൽക്കുന്നതാണ്. അത് പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ വലിയ താമസമൊന്നും വേണ്ട. ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ നരഹത്യക്കെതിരായിട്ട്, ഈ വംശഹത്യക്കെതിരായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില പ്രതിഷേധങ്ങൾ വളരെ കൺട്രോൾ ചെയ്ത് കാര്യങ്ങൾ പോകുന്നത് കൊണ്ടാണ്. എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയോ പ്രതിഷേധ യോഗം നടത്തുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഈ തൽപര കക്ഷികൾ, ഈ മതമൗലികവാദികൾ എന്തെങ്കിലും തരത്തിൽ ചെറിയ പ്രകോപനം ഉണ്ടാക്കിയാൽ, ചെറിയൊരു കല്ലെടുത്തെറിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കിയാൽ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു കലാപമായിരിക്കും നമ്മുടെ രാജ്യത്തും. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അത് വലിയ ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലേക്ക് ഈ കടന്നു കയറി അവിടെ ഈ ഇസ്കോൺ സന്യാസിമാരെയും ഹിന്ദുക്കളെയും സഹായിക്കാൻ ഒരു സന്നദ്ധ സേന തന്നെ കുറേ ഹിന്ദു മുന്നണിയുടെ മറ്റോ നേതൃത്വത്തിൽ ആൾക്കാരിങ്ങനെ അതിർത്തിയിലേക്ക് ചെല്ലുന്നു എന്നാണ് പറയുന്നത്. അവിടെ BSF സൈന്യത്തിൻ്റെ എണ്ണം കൂട്ടിയിരിക്കുകയാണ്, ബറ്റാലിയൻ്റെ എണ്ണം കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ BSF ബറ്റാലിയനെ കൂട്ടിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് ആൾക്കാർ പോകാതിരിക്കാനാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ചില സംഭവങ്ങളായിരിക്കും. ഇന്ത്യയിൽ നിന്ന് പോകുന്നവർ എന്തായാലും രണ്ടും തീരുമാനിച്ചു പോകുന്നവരായിരിക്കും. അല്ലാതെ അവിടെ ചെന്ന് സന്യാസിമാരെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നവരായിരിക്കില്ല.
കാരണം ഇവിടെ നിന്ന് തീരുമാനിച്ചുറച്ചു പോകുന്നവരെ അവരെ ഇപ്പോൾ തടഞ്ഞു വയ്ക്കുന്ന വല്ലാത്ത ഒരു പിന്നെ പണിപ്പാടിലാണ്, ഇഫേർട്ടിലാണ് ഇപ്പോൾ അവിടുത്തെ BSF പിന്നെ കേന്ദ്രങ്ങൾ. ബറ്റാലിയനുകളുടെ ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബറ്റാലിയനുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും വാർത്ത വന്നു, 3-4 ബറ്റാലിയൻ BSFകാരെയും കൂടി അതിർത്തിയിലേക്ക് വിന്യസിച്ചു എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. മാത്രമല്ല ഈ വരുന്ന 9-ാം തീയതി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്ന് പറയുന്ന നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ബംഗ്ലാദേശിലേക്ക് പോവുകയാണ്. ഒരു ഉന്നത സമിതിയാണ് വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രിയുടെ നേതൃത്വത്തിൽ അവിടെ പോയി അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറിയുമായിട്ടും മറ്റുമൊക്കെ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു ആദ്യപടിയാണ്. നമ്മുടെ വിദേശകാര്യ മന്ത്രി അവിടെ പോകുന്നതിന് മുമ്പുള്ള ഒരു ആദ്യപടിയാണ് വിദേശകാര്യ സെക്രട്ടറി അവിടെ പോവുകയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും വിദേശകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ചില ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ഒക്കെ സംസാരിക്കുക എന്നുള്ളത്, ഒരു ചർച്ച നടത്തുക. അപ്പോൾ എന്തായാലും ഈ കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ബംഗ്ലാദേശിലേക്ക് ഒരു ഉന്നത സമിതി, ഉദ്യോഗസ്ഥന്മാരുടെ ഉന്നത സമിതി പിന്നെ ബംഗ്ലാദേശിലേക്ക് പോകുന്നു. 9-ാം തീയതി പോവുകയാണ്. 9-ാം തീയതി അവരുടെ പോകുമ്പോൾ അവർക്ക് അവിടെ പോകാൻ കഴിയണം. അവർക്ക് അധികാരത്തിലുള്ള വിദേശ സെക്രട്ടറിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും വേണ്ടി വന്നാൽ ഭരണത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയെ കാണാനുള്ള അവസരം ഉണ്ടാകണം. അങ്ങനെ അവസരം ഉണ്ടായില്ലെങ്കിൽ എന്താണ് സംഭവിക്കാമോ എന്നറിയില്ല. എന്തായാലും 9-ാം തീയതി അവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ എന്താണ് നിലപാടെടുക്കുന്നത് എന്ന് പിന്നീട് തീരുമാനിക്കാൻ കഴിയൂ. ഇന്ത്യക്ക് അങ്ങനെ ചാടിക്കേറി ഒരു നമ്മുടെ അയൽ സംസ്ഥാനത്തിനെതിരായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ നയമതല്ല, ഇന്ത്യയുടെ രീതി അതല്ല, ഇന്ത്യയുടെ സംസ്കാരവും അതല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരിക്കലും അത്തരം കാര്യങ്ങളിലോട്ട് പോകില്ല. അതേസമയം ഇന്ത്യ വന്നാൽ നിവർത്തിയില്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള എന്തെങ്കിലും നടത്തേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. സംഭവിക്കാതിരിക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അവിടുത്തെ പ്രശ്നങ്ങൾ സമാധാനമായി തീരട്ടെ. കാരണം ഇവിടെ നിന്നും നമ്മുടെ സമസ്ത വിഭാഗത്തിലെ പ്രധാനി പോലും പറഞ്ഞു അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കണം, അവിടെ നരഹത്യ നടത്തിക്കൊണ്ടിരിക്കരുത്. അതുപോലെ ഡൽഹിയിലെ പ്രമുഖരായ മുസ്ലിം പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ എല്ലാം കൂടി ഒരു സമാധാന സമിതി ബംഗ്ലാദേശിലേക്ക് പോകാൻ കഴിയുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. എന്തായാലും ഇന്ത്യയും ബംഗ്ലാദേശും ഇന്ത്യ സൃഷ്ടിച്ച ഒരു രാജ്യമാണ്. ഇന്ത്യയിലെ പട്ടാളക്കാർ ജീവൻ കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശ് ഇന്ത്യയുടെ പ്രോഡക്റ്റാണ്, ഇന്ത്യയുടെ കൊച്ചനുജത്തിയാണ്. കൃത്യമായിട്ടും അതിനെ ആക്രമിക്കാനോ നശിപ്പിക്കാനോ ഇന്ത്യക്ക് താല്പര്യമില്ല. ഇന്ത്യ ആ സംസ്കാരത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ സമാധാനമായിട്ട് കാര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. 9-ാം തീയതി വിക്രം മിശ്രയും സംഘവും അവിടെ പോയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാകുമെന്ന് നമുക്ക് നിരീക്ഷിക്കാം.